അടിസ്ഥാന പാഠാവലിയിലെ കനിവും കരുതലും എന്ന യൂണിറ്റാണ് ഇന്ന് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത്. നമ്മുടെ ഈ കൊച്ചുഭൂമി സുന്ദരമായി നിലനിൽക്കുന്നത് പരസ്പരം സ്നേഹവും കരുണയും കരുതലും ഉള്ളതുകൊണ്ടാണ്. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ഇഴമുറിയാത്ത ബന്ധത്തെക്കുറിച്ചും ആ ബന്ധത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന വിള്ളലുകളെക്കുറിച്ചും ഉള്ള ചിന്തകൾ പങ്കുവയ്ക്കുന്ന യൂണിറ്റാണിത്. പ്രകൃതി ചൂഷണവും പ്രകൃതി ദുരന്തങ്ങളും കാലാവസ്ഥാ മാറ്റവും പ്രമേയമായ രചനകൾ നമുക്കിവിടെ പരിചയപ്പെടാം. യൂണിറ്റിൻ്റെ പ്രവേശകത്തിൽ 2 ചിത്രങ്ങളാണ് നമുക്ക് കാണാനായി സാധിക്കുന്നത്. ആദ്യത്തെ ചിത്രം മുരളി നാഗപ്പുഴ എന്ന ചിത്രകാരൻ്റെയും രണ്ടാമത്തേത് CB ഷിബു എന്ന ചിത്രകാരൻ്റെയും ചിത്രങ്ങളാണ്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ ചിത്രങ്ങൾ കൊണ്ട് നമ്മുടെ ഈ പ്രവേശകത്തിന് അർത്ഥമുണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഒരു പ്രവർത്തനവും കൂടി തന്നിട്ടുണ്ട്. ഈ ചിത്രങ്ങൾ നമ്മോട് പറയുന്നതെന്ത് ചർച്ച ചെയ്യൂ. ഈ 2 ചിത്രങ്ങളും പ്രകൃതിയുടെ 2 മുഖങ്ങളാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ആദ്യത്തെ ചിത്രത്തിൽ ചെടികളും മരങ്ങളും പൂക്കളും കനികളും നിറഞ്ഞ പറുദീസ പോലെ മനോഹരമായ ഒരു പ്രദേശമാണ് കാണുന്നത്. പ്രകൃതിയുടെ സമ്പന്നതയും സൗന്ദര്യവുമാണ് ഈ ചിത്രം ഓർമ്മിപ്പിക്കുന്നത്. പൂന്തേനുണ്ണുന്ന പൂമ്പാറ്റയെയും മരക്കൊമ്പിലിരിക്കുന്ന മയിലിനെയും ചിത്രത്തിൽ കാണാം. ഒളിച്ചും കളിച്ചും വെൺമേഘങ്ങൾക്കിടയിൽ പറന്നും കുട്ടികൾ ഉല്ലസിക്കുന്നു. സമാധാനവും ഐശ്വര്യവും നിറഞ്ഞ ഈ പ്രദേശം ഭൂമിയിലെ സ്വർഗം പോലെ തോന്നിക്കുന്നു. രണ്ടാമത്തെ ചിത്രം ഭയാനകമായ ഒരു ചിത്രമായി മാറുന്നു. രണ്ടാമത്തെ ചിത്രം നമ്മെ വല്ലാതെ പേടിപ്പെടുത്തുന്ന ഒന്നാണ്. അത് പ്രകൃതിയുടെ നാശത്തെ സൂചിപ്പിക്കുന്നു. ചുട്ടുപൊള്ളുന്ന വെയിലിൽ വിണ്ടുകീറിയ ഭൂമിയും ദാഹിച്ചു വലഞ്ഞ് എല്ലും തോലുമായ 2 പേർ വെള്ളത്തിനായി അലയുന്നതും ചിത്രത്തിൽ കാണാം. ഒരു ചെറിയ പുൽനാമ്പ് പോലും അവിടെ കാണാനില്ല. മനുഷ്യൻ പ്രകൃതിയെ നശിപ്പിച്ചാൽ നാളെ നമ്മുടെ നിലനിൽപ്പ് പോലും ഇല്ലാതാകുമെന്ന് ഈ ചിത്രം മുന്നറിയിപ്പ് നൽകുന്നു. പ്രകൃതി നശിച്ചാൽ മനുഷ്യനും ഇല്ലാതാകും. ഇന്നത്തെ പച്ചപ്പ് നാളത്തെ മരുഭൂമിയാകാതിരിക്കാൻ നമുക്ക് പ്രകൃതിയെ സംരക്ഷിക്കാം. മരങ്ങൾ നട്ടുപിടിപ്പിക്കാനും ജലം കരുതലോടെ ഉപയോഗിക്കാനും നാം ശീലിക്കണം എന്നാണ് ഈ 2 ചിത്രങ്ങളും നമ്മോട് പറയുന്നത്.